ഇപ്പോഴും പെണ്ണിന് മാത്രം നിയമം ഒരുപോലെ പുരുഷന്മാരെയൊക്കെ തഴഞ്ഞു വിട്ടേക്കുവാണല്ലോ സത്യം പറഞ്ഞാൽ. സത്യമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പം പുരുഷന്മാരെ എല്ലാം സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളെല്ലാം മോശക്കാരാക്കി അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു വ്ളോഗൊന്നുമല്ല കേട്ടോ. അപ്പോൾ 2-3-4 വ്ളോഗൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വ്ളോഗ് ഇടുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. 2-3-4 ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഒരു പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം പുള്ളിക്കാരനെയും വൈറലാക്കി ആ വീഡിയോ എടുത്ത ആളും വൈറലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് 2 വാക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഒരു ഫോണും ഒരു യൂട്യൂബ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ടോ ഉണ്ടെങ്കിൽ എന്തും കാണിക്കാമെന്നുള്ള കുറേ തോന്നിവാസം കാണിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അവറ്റകളുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാം ഇവളെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ വൈറലാകാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടാമെന്ന് എന്നും ഒരു ഭാവനയുണ്ട് എല്ലാവർക്കും. അങ്ങനെയുള്ള ഒരുത്തിയാണ് ഇപ്പം ഇവള് ഷിംജിത എന്ന് പറയുന്ന അവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാനിനി അതിനെക്കുറിച്ച് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തു വെച്ച് മരിച്ചു കഴിഞ്ഞു ഇനിയും വീണ്ടും വീഡിയോ ഇട്ട് വീണ്ടും അത് കാണിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അവളുടെ ആ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്നുമില്ല, എല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും. പിന്നെ ആ വീഡിയോ ഇപ്പോഴും അവളുടെ അക്കൗണ്ടിൽ നിന്ന് പോയെന്നും ഡിലീറ്റ് ചെയ്തെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് വീഡിയോ ഇതുപോലെ റിയാക്ഷൻ വീഡിയോയ്ക്കകത്തും അല്ലാതെ ഒരുപാട് ന്യൂസ് ചാനലുകളൊക്കെ വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ അവളുടെ ഫോട്ടോയുണ്ട്, മരിച്ച ദീപക് എന്ന് പറയുന്ന പുള്ളിയുടെ ഫോട്ടോയും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈറലാകാനും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ പീഡനം എന്ന് പറയുന്ന ഒരു സാധനം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും വൈറലാകാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പീഡനവും അല്ലെങ്കിൽ എന്താ പറയുന്നത് മോശം പ്രവൃത്തികൾ ബസ്സിനകത്ത്. പിന്നെ ആ വീഡിയോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോയുടെ സ്പീഡ് കൂട്ടി സ്പീഡ് കുറച്ചുമൊക്കെ ഇട്ടാണ് അവൾ വലിയ റീച്ച് ആകാൻ വേണ്ടി കാണിച്ചിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ നമുക്ക് ഒരാൾക്കൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്കിന് നമുക്ക് ആർക്കും അതിനെ ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ മോശം പ്രവൃത്തിയിൽ അത് ചിരിച്ചിളിച്ചുകൊണ്ട് നിന്ന് വീഡിയോ എടുക്കാനൊന്നും എന്തായാലും പറ്റത്തൊന്നുമില്ല. എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ദേഹത്തൊരു പൊട്ടുസൂചി ഇങ്ങനെ കുത്തിയ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിരിച്ചോണ്ട് എന്തായാലും നിൽക്കത്തില്ല, വേദനയോട് നമ്മുടെ നെറ്റിയെങ്കിലും ഒന്ന് ചുളിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇവളാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. വീഡിയോ കണ്ടവർക്കറിയാം ചിരിച്ചോണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അവളുടെ അദ്ദേഹത്തിൻ്റെ കൈ മുട്ടുന്നു എന്ന് കാണിക്കുമ്പോൾ തന്നെ അവൾക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ അതിലെവിടെയാണ് അവൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അവളത് അങ്ങോട്ടങ്ങോട്ട് കയറി ചെല്ലുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അതിലെവിടെയാണ് അവളോട് മോശം പ്രവൃത്തിയാവുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാടിത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു യൂട്യൂബോ ഇൻസ്റ്റയോ ഐഡിയ ഉണ്ട്, ഒരു ഫോണും ഒരു സെൽഫി സ്റ്റാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് വീഡിയോ എടുക്കാം. അതിനകത്ത് റീച്ച് ആകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടാൽ തീർന്നു. അദ്ദേഹത്തിന് പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പോയി. നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ അപ്പോൾ പ്രതികരിക്കാൻ സാധിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇപ്പം പിന്നെ അങ്ങനെയാണല്ലോ. പീഡനം കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോഴാണ് പീഡനം, 10-20 പ്രാവശ്യം പീഡനം, 10 വർഷം കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രതികരിക്കാനുള്ളത് അപ്പോൾ പ്രതികരിക്കണം. ആ സമയത്ത് പ്രതികരിച്ചാൽ അവിടെ കൂടെ നിൽക്കുന്ന ആളുകൾ അത്രയും, ഇപ്പം ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പോലും അവളെ സപ്പോർട്ട് ചെയ്തേനെ. ആ സമയത്ത് പ്രതികരിച്ചെങ്കിൽ. ഇതിപ്പോൾ വീഡിയോയും ഇട്ട് അദ്ദേഹത്തിന് കൊലയ്ക്കും കൊടുത്തു. ആ വീഡിയോയ്ക്കകത്ത് പോലും നമുക്കാർക്കും കണ്ടിട്ട് അതിനകത്ത് ഒന്നും തോന്നുന്നില്ല, നമുക്ക് കാണുന്നവർക്ക് പോലും ഒന്നും തോന്നുന്നില്ല. തെളിവാന്നും പറഞ്ഞല്ലേ അവൾ അതെടുത്തുകൊണ്ട് നടന്നത്. എന്തുവാടേ ഇതൊക്കെ? ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തോണ്ടാണോ ഒരാൾ റീച്ച് ഉണ്ടാക്കുന്നതും വൈറലാകുന്നതും ഒക്കെ? നിർത്തിക്കൂടെ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ? പിന്നെ ഇവളുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തന്നെ മനസ്സിലാവും. ആ വീഡിയോയിൽ തന്നെ 2 ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തേതിനകത്ത് അദ്ദേഹം തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഇവൾ ബാക്കിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണുമ്പോഴത്തേക്കിന് അവളുടെ ദേഹത്ത് മുട്ടുന്നു എന്ന് പറയുമ്പോഴത്തേന് അവൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോകുന്നത്. ചിരിച്ചുകൊണ്ട് കയറിപ്പോയി വീഡിയോ എടുത്തിട്ട് അയാളാണ് മോശക്കാരനായത് അവസാനം. അദ്ദേഹമാണെങ്കിൽ പാവം ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ട് തകർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിന് കട്ടിയില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങേർക്ക് പിന്നെ അത് സഹിച്ച് ജീവിക്കാൻ പറ്റാത്ത കാര്യം. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഭയന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുമെന്ന് അയാളും ചിന്തിച്ച് പോയി. അത് അയാളുടെ ഭാഗത്തുള്ള തെറ്റാണ്. പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അയാൾ തെറ്റുതെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ സമൂഹത്തിൽ പോരാടേണ്ട ഒരാളായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് കട്ടിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യയുടെ വക്കീലേക്ക് പോയി. പക്ഷെ അതിന് കാരണക്കാരിയായിരിക്കുന്നത് ഇവളാണ്. ഞാൻ പറയുന്നത് ഇവളെ പോലുള്ളവന്മാരെ ഒന്നും വെറുതെ വിടരുത്. ഇവിടുത്തെ നിയമം മാറാതെ കൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും നന്നാവാൻ പോകുന്നൊന്നുമില്ല. എപ്പോഴും പെണ്ണിന് മാത്രം നിയമം ഒരുപോലെ പുരുഷന്മാരെയൊക്കെ തഴഞ്ഞു വിട്ടേക്കുവാണല്ലോ സത്യം പറഞ്ഞാൽ.
സത്യമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പം പുരുഷന്മാരെ എല്ലാം സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളെ എല്ലാം മോശക്കാരാക്കി അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇപ്പം ഇവിടെ നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.